പ്രതീക്ഷയുടെ മറ്റൊരു പൊൻപുലരിയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. കഴിഞ്ഞ 2 നാളുകളായി നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അവയർനെസ് മാർക്കറ്റിങ്ങിനെ കുറിച്ചാണ്. ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷനാണെന്ന് അവയർനെസ് മാർക്കറ്റിംഗ്. കസ്റ്റമറെ അവെയർ ചെയ്യുന്നിടത്ത് മാത്രമാണ് നമ്മുടെ ബിസിനസ് വിജയിക്കുന്നതും ക്ലോസ് ആവുന്നത്. കസ്റ്റമറെ അവയർനെസ് ചെയ്യണമെങ്കിൽ ആദ്യം വേണ്ടത് നമ്മൾ അവെയർ ആയിരിക്കുക എന്നതാണ്. നമ്മുടെ അവയർനെസ്സിൽ നിന്നാണ് നമ്മുടെ കോൺഫിഡൻസ് വരുന്നത്. ആ കോൺഫിഡൻസിൽ നിന്നാണ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ പെർഫെക്റ്റ് ആകുന്നത്. ആ കമ്മ്യൂണിക്കേഷൻ മനോഹരമാകുമ്പോഴാണ് ഒബ്ജക്ഷൻസുകളെ മറികടക്കുവാൻ നമുക്ക് സാധിക്കുന്നത്. ഒബ്ജക്ഷൻസുകളും ക്ലാരിഫിക്കേഷൻസുകളും പലപ്പോഴും പ്രോസ്പെക്റ്റിന്റെ അടുക്കൽ നിന്ന് വരുന്നത് നമ്മളുടെ ക്ലാരിറ്റി കുറവും, നമ്മുടെ കമ്മ്യൂണിക്കേഷന്റെ ക്ലാരിറ്റി കുറവും, നമ്മുടെ ലാക്ക് ഓഫ് അവയർനെസ്സുമാണ് എന്നതാണ് വസ്തുത. അതുകൊണ്ടാണ് നമ്മൾ ആ വിഷയത്തിൽ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ട അവയർനെസ് പാർട്ടുകൾ എന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നത്. അതിന് കോമൺ സെഷൻ നമ്മൾ സാറ്റർഡേ നടത്തി. മുഴുവൻ ആളുകളും അത് കേൾക്കാത്തവർ നിർബന്ധമായും അത് കേട്ടിരിക്കണം. കാരണം അന്ന് നമ്മൾ ആ വിഷയത്തിൽ കൃത്യമായ ചില കാര്യങ്ങൾ സംസാരിച്ചു. നമുക്ക് നമ്മളെക്കുറിച്ചുള്ള കോൺഫിഡൻസ് തന്നെ ഇല്ലാതെ പോകുന്നത്, ഇത് സാധ്യമാകുന്ന ഒരു പ്രോജക്റ്റ് അല്ലേ എന്ന ആശങ്ക വരുന്നത് നമുക്കുള്ള കൃത്യമായ ധാരണക്കുറവ് കൊണ്ടാണ്. ഇന്നലെ നമ്മൾ സംസാരിച്ചത് ഏറ്റവും കോമൺ കോഴ്സായ 10ാം ക്ലാസ് SSLCയുടെ സെക്കൻഡറി സ്കൂൾ ലീവിംഗ് സർട്ടിഫിക്കേഷന്റെ ഇംഗ്ലീഷ് ആൻഡ് മലയാളം വേർഷനെ കുറിച്ചാണ് നമ്മൾ ഇന്നലെ സംസാരിച്ചത്. അതിന് 3 തലങ്ങളായി നമ്മളത് ഡിസ്കഷൻ നടത്തി. ഒന്നാമത്തേത്, എന്തുകൊണ്ട് നിങ്ങളുടെ കുഞ്ഞ് ഒരു എഡ്യൂക്കേഷൻ ആപ്ലിക്കേഷൻ പർച്ചേസ് ചെയ്യണം? അത് ഇന്നലത്തെ മാത്രം ടോപ്പിക് അല്ല. ഏത് കോഴ്സിനെ നമ്മൾ പ്രസന്റ് ചെയ്യുമ്പോഴും നമ്മൾ അവരുടെ മുമ്പിൽ അവതരിപ്പിക്കേണ്ട കാര്യമാണ്. നേരത്തെ നമ്മൾ സ്ഥിരമായി സംസാരിച്ച ഒരു ഭാഗമാണത്. ഒരു റെഗുലർ എഡ്യൂക്കേഷൻ സ്കൂളിങ്ങിന് പുറമെ ട്യൂഷൻ, അതിനും പുറമെ എഡ്യൂക്കേഷൻ ആപ്ലിക്കേഷൻ എന്തുകൊണ്ട് എന്ന് നമ്മൾ ഡിസ്കഷൻ നടത്തി. അതിന്റെ പ്രധാനപ്പെട്ട കാരണം കുട്ടിയുടെ പ്രിഫറൻസ് ടൈം പരിഗണിക്കാൻ കഴിയുന്നു എന്നതാണ്. രണ്ടാമത്തെ ഒരു ഭാഗം, 10ാം ക്ലാസ്സിൽ എന്തുകൊണ്ട് നിങ്ങൾ ഇത് പർച്ചേസ് ചെയ്ത് കൊടുക്കണം എന്ന് നമ്മൾ സംസാരിച്ചു. മൂന്നാമത്തെ ഒരു ഭാഗം, എന്തുകൊണ്ട് സാൻവോസിറ്റി ആപ്ലിക്കേഷൻ നിങ്ങൾ പർച്ചേസ് ചെയ്യണം എന്നതിന്റെ 5 USPകൾ നമ്മൾ ഇന്നലെ സംസാരിച്ചു. ഇന്ന് അതിന്റെ രണ്ടാമത്തെ പാർട്ട്, അത് CBSE 10th ആണ്. ഇന്നലെ നമ്മൾ SLC 10th ഇംഗ്ലീഷ് ആൻഡ് മലയാളം വേർഷനെ കുറിച്ചാണ് സംസാരിച്ചത് എങ്കിൽ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് CBSE 10th കുറിച്ചാണ്. CBSE 10th കുറിച്ച് പറയുമ്പോൾ നമുക്ക് ആദ്യം വളരെ പ്രസ്റ്റീജിയസ് ആയി പറയാൻ പറ്റുന്ന ചില കാര്യങ്ങൾ കൂടി അതിനകത്തുണ്ട്. ഒന്നാമത്തേത്, സാൻവോസിറ്റിയിൽ നിലവിൽ നമുക്കുള്ള പ്രോഡക്റ്റുകളിൽ ഇന്റർനാഷണലി നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന 2 പ്രോഡക്റ്റ് ആണ് നമ്മുടെ മുൻപിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അതിലൊന്ന് CBSE 10th ആണ്, 2 മാട്രിക്സ് ആണ്. അതുകൊണ്ട് തന്നെ ഈ കോഴ്സിനും ഈ പ്രൊഡക്റ്റിനും ഏറെ പ്രാധാന്യവും ഗൗരവവും ഉണ്ട്. കാരണം വിദേശ രാജ്യങ്ങളിൽ പഠിക്കുന്ന, എസ്പെഷ്യലി GCCയിൽ പഠിക്കുന്ന മലയാളീസിനും ഇന്ത്യൻസിനും ഒക്കെ CBSE എന്നുള്ളത് ഒരു നാഷണൽ ലെവൽ സിലബസ് ആണ് എങ്കിലും ഇന്റർനാഷണൽ ലെവൽ എന്ന് പറയുന്നത് ഇന്ത്യൻസ് പഠിക്കുന്ന, താമസിക്കുന്ന ഏതു രാജ്യങ്ങളിലും നമുക്ക് സെല്ല് ചെയ്യാൻ പറ്റുന്നു. ഒട്ടുമിക്ക രാജ്യങ്ങളിലും CBSE ബോർഡുകൾ ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ കീഴിലോ ഇന്ത്യൻ സ്കൂളിംഗ് ആയിട്ടോ പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാ ഇടങ്ങളിലും ഇല്ല. പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ വളരെ അപൂർവം ഇടങ്ങളിൽ മാത്രമേ ഇന്ത്യൻ സ്കൂളിംഗ് സിസ്റ്റം നിലവിലുള്ളൂ. പക്ഷേ നമുക്ക് GCCയിലെ മുഴുവൻ രാജ്യങ്ങളിലും അതുപോലെ തന്നെ നാഷണൽ ലെവലിലും നമുക്ക് വിൽക്കാൻ കഴിയുന്ന അത്രയും കൂടുതൽ സ്റ്റുഡൻസ് പഠിക്കുന്ന വലിയ ഒരു ഓപ്പർച്യൂണിറ്റി ഉള്ള മേഖലയാണ് CBSE 10th പ്രൊമോട്ട് ചെയ്യാൻ കഴിയുന്ന അവസരം എന്നുള്ളത്. അത് NCERTയുടെ അണ്ടറിലാണ് ഉള്ളത്. എന്താണ് NCERT?
നാഷണൽ കൗൺസിൽ ഫോർ എഡ്യൂക്കേഷൻ റിസർച്ച് ആൻഡ് ട്രെയിനിങ് എന്നതാണ് അതിന്റെ ഫുൾ. അത് നമ്മൾ പഠിക്കേണ്ട വിഷയമല്ല, കസ്റ്റമറുമായി സംസാരിക്കേണ്ട വിഷയവുമല്ല. NCERT-യും SCERT-യും, N എന്നാൽ നാഷണലും S എന്നാൽ സ്റ്റേറ്റും. എഡ്യൂക്കേഷൻ എന്നുള്ളത് കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയും. ഭരണഘടനാ പ്രകാരം സംസ്ഥാനവും ദേശീയവും ഒരുമിച്ച് കൈകാര്യം ചെയ്യേണ്ട ചില മേഖലകൾ ഉണ്ട്. അതിലൊന്നാണ് എഡ്യൂക്കേഷൻ. അതുകൊണ്ട് തന്നെ നാഷണൽ ഗവൺമെന്റിന്റെ എഡ്യൂക്കേഷൻ പോളിസിക്ക് അനുസരിച്ച് ഓരോ സ്റ്റേറ്റിന്റെയും കണ്ടന്റുകൾ കൂടി ആഡ് ചെയ്തുകൊണ്ടാണ് NCERT-യും SCERT-യും തമ്മിലുള്ള വ്യത്യാസം. ഫോർ എക്സാമ്പിൾ, SCERT-യുടെ ഹിസ്റ്ററിയിൽ കേരളവുമായി ബന്ധപ്പെട്ട ഒരുപാട് ഹിസ്റ്റോറിക്കൽ പാർട്ടുകൾ കാണാം. NCERT-യിൽ അത് നാഷണൽ ലെവലിലായിരിക്കും. ഈ ഒരു വ്യത്യാസമാണ് കാര്യമായി അതില് ഹിസ്റ്ററി, ജിയോഗ്രഫി പാർട്ടുകളിലൊക്കെ നമ്മൾ കാണുന്നത്. ബാക്കിയുള്ള സബ്ജക്റ്റുകളുടെ കണ്ടന്റ് 98% സമാന്തരമാണ്, ഒരേ രീതിയിലുള്ളതാണ്. അതിനൊരു കാരണം കഴിഞ്ഞ ദിവസം ഞാൻ സംസാരിച്ചിരുന്നു. NEET, JEE ഒക്കെ അപ്പിയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് SCERT പഠിച്ചാലും NCERT പഠിച്ചാലും ഒരുപോലെ കോമ്പിറ്റന്റ് ആവണം എന്നുള്ളത് കൊണ്ടാണ് ഒന്നുകൂടി അതിനെ നേരത്തെയുള്ളതിനേക്കാൾ ഒന്നുകൂടി സ്ക്രീൻ ചെയ്ത് ആ രീതിയിലേക്ക് റീഡിസൈൻ ചെയ്തിട്ടുള്ളത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? SCERT എല്ലാ സ്റ്റേറ്റുകൾക്കും ഇതുപോലെ കരിക്കുലം കമ്മിറ്റികളുണ്ട്. സ്റ്റേറ്റ് കൗൺസിൽ ഫോർ എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ്, ഇതെല്ലാ സ്റ്റേറ്റുകൾക്കും ഉണ്ട്. അതിന്റെ മേൽ കമ്മിറ്റി എന്ന് വേണമെങ്കിൽ പറയാം NCERT. NCERT-യുടെ അണ്ടറിലാണ് CBSE-യുടെ സിലബസ് ക്രിയേഷൻ നടക്കുന്നത്. അതുകൊണ്ട് NCERT-യാണ് നിലവിലുള്ള നമ്മുടെ CBSE-യുടെ ടെക്സ്റ്റ് ബുക്കിന്റെ മാനദണ്ഡം എന്നുള്ളത്. അവരാണ് അതിന്റെ അപ്പീരിങ് ആൻഡ് ക്രിയേറ്റിംഗ് കമ്മിറ്റി. NCERT CBSE-യുടെ ടെക്സ്റ്റ് ബുക്കിന്. എന്നാൽ CBSE സിലബസ് മാത്രമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. കേരള ഗവൺമെന്റ് ഒക്കെ ആവുമ്പോൾ സിലബസ് മാത്രമല്ല, ടെക്സ്റ്റ് ബുക്ക് കൂടി ഗവൺമെന്റ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. NCERT-യുടെ ലെവലിൽ വരുമ്പോൾ അതിന്റെ കണ്ടന്റ് സിലബസ് കരിക്കുലം പ്രൊവൈഡ് ചെയ്യുന്നു. അത് ഒരുപാട് അതോറിറ്റികളാണ് ആ പുസ്തകങ്ങൾ മാർക്കറ്റിൽ കൊണ്ടുവരുന്നത്. ഫോർ എക്സാമ്പിൾ, രചന സാഗർ, സ്റ്റഡി ആൻഡ് ലേൺ തുടങ്ങിയ ഇന്ത്യയിലെ ഏറ്റവും പ്രീമിയമായ കമ്പനികളാണ് ഈ ടെക്സ്റ്റ് ബുക്കുകൾ മാർക്കറ്റ് ചെയ്യുന്നത്. അത് ഓരോ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കിയാൽ അതിന്റെ സെല്ലിംഗ് അതോറിറ്റിയെ നമുക്ക് കാണുവാൻ പറ്റും. എനിവേ, ഇത് ഇത്രയും നേരം സംസാരിച്ചത് ഇതിന്റെ ഒരു ഔട്ട്ലൈൻ ആണ്. ഏകദേശം ധാരണയായിട്ടുണ്ടാവും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. CBSE 10th നമുക്ക് മാർക്കറ്റ് ചെയ്യാവുന്ന ഏറ്റവും മികച്ച പ്രോഡക്റ്റ് ആണ്. രണ്ടാമത്തെ കാര്യം, അത് സെൻട്രൽ ഗവൺമെന്റിന്റെ അണ്ടറിലുള്ളതാണ്. അടുത്ത കാര്യം, എല്ലാ നാഷൻസിലും എല്ലാ സ്റ്റേറ്റുകളിലും ഇതിനെ മാർക്കറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് കൊണ്ട് തന്നെ അത് നമ്മുടെ മുമ്പിലെ വലിയ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഔട്ട് ഓഫ് സ്റ്റേറ്റിലോ മറ്റു ഇടങ്ങളിലോ ഒക്കെ നമുക്ക് പരിചയമുള്ള ആര് മുഖാന്തരവും വിൽപ്പന നടത്താൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് പ്രോഡക്റ്റ് ആണ് NCERT-യുടേത്. മാത്രമല്ല, നാഷണൽ ലെവലിൽ പല ടെക്സ്റ്റ് ബുക്ക് കമ്മിറ്റികളും അവരുടെ സിലബസിന്റെ ഔട്ട്ലൈൻ, ടീച്ചേഴ്സ് മാനുവൽ പുറത്തിറക്കി എന്നതൊഴിച്ചാൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഇത്ര ഡീറ്റെയിലിംഗ് ആയിട്ട് കോഴ്സുകൾ കാര്യമായി മാർക്കറ്റിൽ ഇല്ല എന്ന് തന്നെ പറയണം. യെസ്, പ്രത്യേകിച്ച് ഒരു സൗത്ത് ഇന്ത്യൻ ടോണിൽ നമുക്ക് അതിനെ വർക്കൗട്ട് ചെയ്ത് നോക്കാൻ പറ്റുന്ന ഏറ്റവും മികച്ച ഒരു പ്രോഡക്റ്റ് ആണ് നമ്മുടേത്. നമ്മുടെ ഇന്നലെയും ഇന്നും ഒക്കെ നമ്മൾ സംസാരിച്ച പ്രോഡക്റ്റുകളെ കണക്ട് ചെയ്ത് നോക്കുമ്പോൾ അതിന്റെ നിങ്ങൾ വീഡിയോസ് നോക്കിയാൽ അറിയാം, മാട്രിക്സ് അല്ലാത്ത വീഡിയോസ്. നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന ഫ്യൂച്ചർ സിറ്റി എന്ന് പറഞ്ഞ എഡ്യൂക്കേഷൻ ആപ്ലിക്കേഷനുമായി കൊളാബ് ചെയ്തിട്ടാണ് നമ്മുടെ പ്രോഡക്റ്റ് നമ്മൾ ലോഞ്ച് ചെയ്തത്. അതുകൊണ്ട് തന്നെ അതിന്റെ വീഡിയോസിനകത്ത് നമ്മൾ ആ ടാഗ് ലൈൻ നമുക്ക് കാണാൻ പറ്റും. എന്നാൽ സാൻവോസിറ്റിയാണ് അത് ഏറ്റെടുത്ത് അതിനെ മാർക്കറ്റ് ചെയ്യുകയും വിൽപ്പന നടത്തുകയും ചെയ്യുന്നത്. ഇന്നും സാൻവോസിറ്റി തന്നെയാണ് അതിന്റെ അതോറിറ്റിയും. പക്ഷെ അത് നമ്മൾ ഡിസൈൻ ചെയ്തതും ഒക്കെ നേരത്തെ മറ്റൊരു അതോറിറ്റി ആയതുകൊണ്ട് അതിന്റെ ടാഗ് ലൈനും ലോഗോയും നമുക്ക് ആ കോഴ്സിനകത്ത് നമ്മൾ എൻട്രി ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. നമ്മളതിൽ കൺഫ്യൂസ്ഡ് ആവേണ്ടതില്ല. ഇത് സാൻവോസിറ്റിയാണ്, മറ്റത് ഫ്യൂച്ചർ സിറ്റിയാണ്. അതിന്റെ പ്രോഡക്റ്റിന്റെ നേരത്തെ ഇത് ഡിസൈൻ ചെയ്തു തന്ന ടീം മാത്രമാണ് അതിന്റെ ഫ്യൂച്ചർ സിറ്റി. ഓക്കെ, ഇന്ന് അതിന്റെ അതോറിറ്റി 100% സാൻവോസിറ്റി തന്നെയാണ്.
എനിവേ എന്താണ് CBSE 10th ഒരു പാരന്റിനോട് സംസാരിക്കുമ്പോൾ നമ്മൾ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ഭാഗം? ഏറ്റവും പ്രധാനം പ്രത്യേകിച്ച് കേരളത്തിലുള്ള CBSE സ്റ്റുഡൻസിന്റെ പാരന്റ്സിനോടാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എങ്കിൽ അവിടെ നമ്മൾ പറയേണ്ടത് അത് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പെയിൻ പോയിന്റ് ആണ്. ഒരേ കപ്പാസിറ്റിയുള്ള, ഒരേ ഇന്റലക്ച്വൽ കപ്പാസിറ്റിയുള്ള, ഒരേ രീതിയിൽ പഠിച്ച 2 വിദ്യാർത്ഥികൾ, ഒരാൾ CBSEയിലും ഒരാൾ സ്റ്റേറ്റിലുമാണ് എന്ന് കരുതുക. CBSEയിലുള്ളയാളുടെ പെർസെൻറ്റേജ് 85 ആണെങ്കിൽ സ്റ്റേറ്റിലുള്ളയാളുടെ പെർസെൻറ്റേജ് 93 ആയിരിക്കും. ഹലോ, CBSEയിലുള്ളയാളുടെ പെർസെൻറ്റേജ് 70 ആണെങ്കിൽ സ്റ്റേറ്റിലെ ആളുടെ പെർസെൻറ്റേജ് 85 ആയിരിക്കും. കാരണം CBSEയുടെ സെൻട്രൽ വാല്യുവേഷൻ സിസ്റ്റം അത്രയും സ്ട്രിക്റ്റും സിസ്റ്റമാറ്റിക്കുമാണ്. ക്ലിയർ ആണല്ലോ? CBSEയുടെ സെൻട്രൽ വാല്യുവേഷൻ സിസ്റ്റം അത്രയും സിസ്റ്റമാറ്റിക്കും ഒന്നുകൂടി വളരെയധികം എന്താ പറയാ ഫോക്കസ്ഡ് ആണ്. അതിന് ചില കോൺഫിഡൻഷ്യലായ ചില കാര്യങ്ങളുണ്ട്. CBSEയുടെ റിസൾട്ട് എന്നാണോ വിജയിക്കുന്നത് ആ ദിവസം അത് റിസൾട്ട് വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുക എന്നതല്ലാതെ കഴിഞ്ഞ ഇത്രയും കാലമായിട്ട് ഏതെങ്കിലും ഒരു സെൻട്രൽ മിനിസ്റ്റർ, HR-ന്റെയോ എഡ്യൂക്കേഷന്റെയോ ചുമതലയുള്ള സെൻട്രൽ മിനിസ്റ്റർ അത് അനൗൺസ് ചെയ്യുന്ന ഒരു പത്രസമ്മേളനം നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. യെസ്, am I correct? എന്നാൽ സ്റ്റേറ്റ് ഗവൺമെന്റിൻ്റെത് വിദ്യാഭ്യാസ മന്ത്രിയാണ് എന്ത് അനൗൺസ് ചെയ്യുന്നത്? റിസൾട്ട് അനൗൺസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു മിനിസ്ട്രിയുടെ, ഒരു ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ സക്സസ് എത്ര ശതമാനം കഴിഞ്ഞ വർഷങ്ങളെക്കാൾ പെർസെൻറ്റേജ് കൂടിയോ അത് ഗവൺമെന്റിന്റെ വിജയമായി കാണുന്ന ഒരു നാട്ടിലാണ് നമ്മളുള്ളത്. കാരണം വിദ്യാഭ്യാസ വകുപ്പിന് ഇതിനെക്കുറിച്ചുള്ള ധാരണ ഇല്ലാത്തത് കൊണ്ടാണ് എന്നതാണ് അതിന്റെ വസ്തുത. അതുകൊണ്ട് തന്നെയാണ് സ്റ്റേറ്റിൽ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് CBSE ബോർഡിൽ എക്സാം എഴുതുന്ന വിദ്യാർത്ഥികളെക്കാൾ മികച്ച മാർക്ക് ഇവിടെ നേടുന്നത്. ആ മാർക്ക് നേടിയത് കൊണ്ട് അവർക്കുണ്ടാകുന്ന നേട്ടം എന്താ? +1-ന് സ്റ്റേറ്റ് ബോർഡിൽ അഡ്മിഷൻ കൊടുക്കുന്ന വിദ്യാർത്ഥികൾ, +1-ലേക്ക് വലിയൊരു വിഭാഗം CBSEക്കാർ പോലും സ്റ്റേറ്റിലേക്ക് വരുന്നു. അതിന്റെ കാരണം +1, +2-ന്റെ മാർക്ക് എൻട്രൻസിന് ഒരു ക്രൈറ്റീരിയയാണ്. ഐ റിപ്പീറ്റ്, +1, +2-ന്റെ മാർക്ക് എൻട്രൻസിന് ഒരു ക്രൈറ്റീരിയയാണ്. അവർ CBSEയിൽ എഴുതിയാൽ സ്വാഭാവികമായും അവർക്ക് സ്റ്റേറ്റിലെ വിദ്യാർത്ഥികളെക്കാൾ മാർക്ക് കുറയും. എൻട്രൻസിന് അവർക്ക് ഇവരെക്കാൾ മാർക്ക് ഒരു പക്ഷേ അച്ചീവ് ചെയ്യാൻ പറ്റിയെങ്കിലും സ്റ്റേറ്റ് എക്സാമിന്റെ മാർക്കിന്റെ പെർസെൻറ്റേജ് കൂടി മിക്സ് ചെയ്യുമ്പോൾ അവർ റാങ്കിങ്ങിൽ ആ വിദ്യാർത്ഥികളെ പിറകിലാകുന്നു. അതുകൊണ്ട് സ്റ്റേറ്റിലേക്ക് പലരും +1, +2-ലേക്ക് മാറുന്ന ഒരു പ്രവണത നമ്മുടെ നാട്ടിൽ വ്യാപകമായി കാണുന്നുണ്ട്. അതിന് കാരണം CBSEയുടെ ബോർഡ് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് എന്താണോ ആക്ച്വൽ വാല്യുവേഷൻ അതാണ് നടക്കുന്നത്. ഇവിടെ വാല്യുവേഷൻ അല്ല നടക്കുന്നത്. സ്കൂളിൽ ലീവായൻ പോലും വിജയിക്കുന്ന ഒരുപാട് ന്യൂസുകളൊക്കെ നമ്മൾ കേൾക്കുന്നു. എനിവേ, നമ്മുടെ വിഷയം ഇത് ഒരു പെയിൻ പോയിന്റ് ആണ്. ആരുടെ? CBSEയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെയും അവരുടെ രക്ഷിതാക്കളുടെയും ഏറ്റവും പ്രധാനപ്പെട്ട പെയിൻ പോയിന്റ്. അവർ ഏറ്റവും നന്നായി പഠിച്ചിട്ടും ഏറ്റവും നല്ല മെറിറ്റ് ഉണ്ടായിട്ടും ഏറ്റവും നല്ല കാലിബറുള്ള കുട്ടികളായിട്ടും അവർക്ക് സ്റ്റേറ്റ് സ്റ്റുഡൻസിന്റെ അത്ര പെർസെൻറ്റേജിൽ വിജയിക്കാൻ പറ്റുന്നില്ല. സ്റ്റേറ്റിൽ 90-യും CBSEയിൽ 90-യും കിട്ടിയ 2 കുട്ടികളെ കമ്പയർ ചെയ്താൽ CBSEയിൽ 90 കിട്ടിയ കുട്ടി സ്റ്റേറ്റിലെ 100 കിട്ടിയ കുട്ടിയുടെ അതേ ഭൗതിക നിലവാരത്തിലുള്ള കുട്ടിയാണ്. യെസ്, അത് ആ സിസ്റ്റത്തിന്റെ പ്രത്യേകതയാണ്. എനിവേ, അത് തന്നെയാണ് ചില ആളുകളുടെ വീഴ്ചകളാണല്ലോ മറ്റു ചില ആളുകൾക്ക് ഉപകാരമാകുന്നത്. അത് തന്നെയാണ് ഇവിടുത്തെ വലിയ ഓപ്പർച്യൂണിറ്റി. ആ ഓപ്പർച്യൂണിറ്റി എന്ത് എന്ന് ചോദിച്ചാൽ സ്റ്റേറ്റിലെ കുട്ടികളോടാണ് നിങ്ങളുടെ കുട്ടികൾക്ക് അഡ്മിഷനിൽ കോമ്പീറ്റ് ചെയ്യേണ്ടത്. അവിടെ ഒരുപക്ഷെ ഈ ആപ്ലിക്കേഷൻ ത്രൂ ലഭിക്കുന്ന 2 മാർക്കായിരിക്കാം അവർക്ക് ആ സ്കൂളിൽ, ആ സെന്ററിൽ, ആ ഡിപ്പാർട്ട്മെന്റിൽ, ആ ബാച്ചിൽ അഡ്മിഷൻ കിട്ടണമോ എന്നതിന്റെ മാനദണ്ഡം. യെസ്, ഇത് തന്നെയാണ് നമ്മൾ ഇന്നലെ പറഞ്ഞ
എന്തുകൊണ്ട് നിങ്ങളുടെ കുഞ്ഞ് ഒരു എഡ്യൂക്കേഷൻ ആപ്ലിക്കേഷൻ പർച്ചേസ് ചെയ്യണമെന്ന ഇൻട്രോ നമ്മൾ പറയണം. രണ്ടാമത്തേത് CBSE 10th ഏറ്റവും പ്രധാനപ്പെട്ട പെയിൻ പോയിന്റും നമ്മൾ പറയണം. +1 +2 സ്റ്റേറ്റ് ബോർഡുമായി കമ്പയർ ചെയ്യുമ്പോൾ +1 ഗവൺമെന്റ് സ്ട്രീമിലേക്ക് അവർക്ക് അഡ്മിഷൻ എടുക്കുമ്പോൾ സ്വാഭാവികമായും അവരെക്കാൾ കാലിബർ കുറഞ്ഞ കുട്ടികളുടെ പിറകിൽ അവരാകുന്നു. അതിന്റെ കാരണം സെൻട്രൽ ബോർഡിന്റെ സിസ്റ്റം വളരെ സിസ്റ്റമാറ്റിക് ആണ് എന്നത് തന്നെയാണ്. അതുകൊണ്ട് നിങ്ങളുടെ കുഞ്ഞിന് ഒരു 5 മാർക്ക് ഈ ആപ്ലിക്കേഷൻ ത്രൂ നേടാൻ കഴിഞ്ഞാൽ, ടോട്ടൽ നേടാൻ കഴിഞ്ഞാൽ, അതുപോലും അവരുടെ ഹയർ സെക്കൻഡറി സ്കൂളിങ്ങിനിടുന്ന റാങ്കിങ്ങിൽ അവർ മുന്നിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ആ അവസരത്തെയാണ് നമ്മൾ ഇവിടെ പാരന്റ്സിന്റെ മുൻപിൽ പെയിൻ പോയിന്റ് ആയിട്ട് അവതരിപ്പിക്കേണ്ടത്. ക്ലിയർ ആണല്ലോ? മറ്റതൊക്കെ ഇന്നലെ നമ്മൾ പറഞ്ഞ അതേ പാറ്റേൺ തന്നെ. എന്തുകൊണ്ട് ആപ്ലിക്കേഷൻ, കുട്ടിയുടെ പ്രിഫറൻസ് ടൈപ്പ്, ഒരു ലീവായാൽ മൈൻഡ്ഫുൾനെസ് അല്ലാതിരുന്നാൽ അതിനെയൊക്കെ എത്രയും തവണ റിപ്പീറ്റ് ചെയ്ത് കേൾക്കാനുള്ള അവസരം ആപ്ലിക്കേഷനിൽ മാത്രമേ ഉള്ളൂ. ട്യൂഷനിലില്ല, സ്കൂളിലില്ല. അവർ റിവിഷൻ നടത്തുന്നത് എക്സാമിനോടനുബന്ധിച്ച സമയമാണ്. ആ സമയം പഠിക്കേണ്ടുന്ന സമയമല്ല സ്റ്റഡി ലീവിന്റെ ടൈം. പഠിച്ചത് റിവിഷൻ നടത്തേണ്ട ടൈമാണ്. പഠിക്കേണ്ടത് സ്റ്റാർട്ടിങ് സമയത്ത് തന്നെയാണ്. അതുകൊണ്ട് അവർക്കുള്ള ഏറ്റവും ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി എന്നത് റിപ്പീറ്റ് ചെയ്ത് കേൾക്കേണ്ടതാണ്. എല്ലാ പാഠവും, എല്ലാ സബ്ജക്റ്റും, എല്ലാ ഭാഗവുമല്ല. ഓരോ കുഞ്ഞിന്റെയും ക്രൈസിസ് സബ്ജക്റ്റുകൾ ഡിഫറെന്റ് ആയിരിക്കും. അവർക്ക് പെട്ടെന്ന് ക്യാപ്ചർ ചെയ്യാൻ കഴിയാത്ത ടോപ്പിക്കുകളും ചാപ്റ്ററുകളും ഡിഫറൻസ് ആയിരിക്കും. അത് റിപ്പീറ്റ് ചെയ്ത് കേൾക്കുവാനും പഠിക്കുവാനും ബോധ്യപ്പെടാനുമുള്ള അവസരമാണ് ഒരു ആപ്ലിക്കേഷൻ പർച്ചേസ് ചെയ്യുന്നതിലൂടെ അവർക്ക് ലഭിക്കുന്നത്. CBSEയുടെ പെയിൻ പോയിന്റുകൾ നമ്മൾ പറഞ്ഞു കൊടുക്കുക. ഇനി നമ്മുടെ കോഴ്സിന്റെ ഫീച്ചേഴ്സ് ആണ്. എന്താണ് നമ്മുടെ കോഴ്സിന്റെ പ്രത്യേകത? CBSE 10th ഇന്നലെ നമ്മൾ 8 സബ്ജക്റ്റ് സ്റ്റേറ്റിൽ പറഞ്ഞിരുന്നു, ഓർമ്മയുണ്ടായിരിക്കും. ഇന്നലെ സ്റ്റേറ്റിൽ നമ്മൾ 8 സബ്ജക്റ്റ് പറഞ്ഞു. യെസ്, CBSEയിലും നമ്മുടെ പ്ലാറ്റ്ഫോമിനകത്ത് 8 സബ്ജക്റ്റ് തന്നെയാണുള്ളത്. ആ പാറ്റേൺ ആലോചിച്ചാൽ ഈസിയാണ്. ഇംഗ്ലീഷ്, മാത്സ്, 2 ഇൻഡിവിജ്വൽ സബ്ജക്റ്റുകൾ, ഇംഗ്ലീഷ്, മാത്സ്. അടുത്തത് 3 സയൻസ് സബ്ജക്റ്റുകൾ, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. ഐ റിപ്പീറ്റ്, ഇംഗ്ലീഷ്, മാത്സ്, 2 ഇൻഡിവിജ്വൽ സബ്ജക്റ്റുകൾ, 3 സയൻസ് സബ്ജക്റ്റുകൾ, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. അടുത്തത് 4 സോഷ്യൽ സയൻസ് റിലേറ്റഡ് സബ്ജക്റ്റുകൾ. അത് സ്റ്റേറ്റ് ബോർഡിൽ 2 എണ്ണമായിരുന്നു, ഹിസ്റ്ററിയും ജിയോഗ്രഫിയും മാത്രം. ഇവിടെ ഹിസ്റ്ററിയും ജിയോഗ്രഫിയും അതിന് പുറമെ എക്കണോമിക്സും പൊളിറ്റിക്സും. അങ്ങനെ 9, ഇന്നലെ നമ്മൾ 8 സബ്ജക്റ്റ് ആണ് പറഞ്ഞത്. സ്റ്റേറ്റിൽ ടോട്ടൽ എക്സാമിനുള്ളത് 10 എണ്ണമാണ്. അതിൽ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ ഇല്ലാത്തത് IT-യും അതുപോലെ തന്നെ സെക്കൻഡ് ലാംഗ്വേജുമാണ് നമ്മുടെ ഓപ്ഷനിൽ ഇല്ലാത്തത്. ക്ലിയർ ആണല്ലോ? IT-യും സെക്കൻഡ് ലാംഗ്വേജും ഇല്ല. അല്ലാതെയുള്ള 8 സബ്ജക്റ്റുകളാണ് സ്റ്റേറ്റ് ബോർഡിൽ നമുക്കുള്ളത്. CBSEയിലാവുമ്പോൾ നമുക്കുള്ളത് 9 സബ്ജക്റ്റുകളാണ്. അത് ഇംഗ്ലീഷ്, മാത്സ്, 3 സയൻസ് സബ്ജക്റ്റുകള്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, 4 സോഷ്യൽ സബ്ജക്റ്റുകള്, ഹിസ്റ്ററി, ജിയോഗ്രഫി, പൊളിറ്റിക്സ്, എക്കണോമിക്സ്. ഇതിൽ ടോട്ടൽ നമ്മുടെ പ്ലാറ്റ്ഫോമിനകത്തുള്ളത് 180 വീഡിയോസ് ആണ്. 180 വീഡിയോകളാണ് CBSEയുടെ കോഴ്സിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. 180 വീഡിയോസ് നമ്മുടെ കോഴ്സിനകത്ത് അവൈലബിൾ ആണ്. ഓരോ സബ്ജക്റ്റ് വൈസ്. ഇംഗ്ലീഷാണ് അതിൽ ഏറ്റവും കൂടുതൽ വീഡിയോസ് ഉള്ളത്. 46 വീഡിയോസ് ആണ് അതിന് ഇംഗ്ലീഷിനകത്തുള്ളത്. കാരണം അത് ലാംഗ്വേജ് ആണ്, ബാക്കിയുള്ളതെല്ലാം സബ്ജക്റ്റുകളാണ്. ലാംഗ്വേജ് മാത്രമാണ് അതിൽ കണ്ടന്റ് കൂടുതലുള്ളത്. ബാക്കിയെല്ലാം കണ്ടന്റ് ഓറിയന്റഡ് ആണ്, എക്സാം ഓറിയന്റഡ് ആണ്. അതുകൊണ്ട് തന്നെ വളരെ ബ്രീഫ് ചെയ്തുകൊണ്ട് എന്നാൽ വളരെ മനോഹരമായിക്കൊണ്ട് CBSE സ്കൂളുകളിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും ബെസ്റ്റ് ടീച്ചേഴ്സ് തന്നെയാണ്. അത് ഇന്നലെ നമ്മൾ പറഞ്ഞ എല്ലാം ഇങ്ങോട്ട് കടമെടുക്കേണ്ടതാണ്. വളരെയധികം ആനിമേറ്റഡ് ആയ, വളരെ രസകരമായി ഡിസൈൻ ചെയ്ത, പ്രോംപ്റ്റിംഗ് സംവിധാനത്തിലൂടെ ഷൂട്ടിംഗ് ചെയ്ത ഏറ്റവും ഭംഗിയുള്ള ഹൈ ലെവൽ ക്ലാരിറ്റി ഉള്ള വീഡിയോസുകളാണ് നമ്മുടെ CBSE 10th
മുഴുവൻ പ്രോഡക്റ്റുകളും, മുഴുവൻ സബ്ജക്റ്റുകളും, മുഴുവൻ ക്ലാസ്സുകളും, മുഴുവൻ ഫാക്കൽറ്റികളും. എന്താണ് ഇതിന്റെ USP? ആ USP 180 വീഡിയോസ് CBSEയുടെ പ്ലാറ്റ്ഫോമിനകത്തുണ്ട് എന്നതാണ് ഇതിന്റെ ഒന്നാമത്തെ USP. രണ്ടാമത്തേത് CBSEയുടെ ഏറ്റവും നല്ല പ്രസന്റേഷൻ സ്കില്ലും കണ്ടന്റ് നോളജുമുള്ള ഏറ്റവും ബെസ്റ്റ് ടീച്ചേഴ്സ് ആണ് ഇതിന്റെ ഫാക്കൽറ്റികൾ. മൂന്നാമത്തേത് CBSEയുടെ ഒരു കുട്ടിക്ക് ആവശ്യമുള്ള മുഴുവൻ സബ്ജക്റ്റുകളും നമ്മുടെ പ്ലാറ്റ്ഫോമിനകത്ത് അവൈലബിൾ ആണ്. മറ്റു പല പ്ലാറ്റ്ഫോമുകൾ എടുത്തു നോക്കിയാൽ ഹൈ ഡിമാൻഡഡ് ആയ ഇപ്പോ ഇംഗ്ലീഷ്, മാത്സ്, സയൻസ് മാത്രമാണ് പ്ലാറ്റ്ഫോമിന്റെ പേര് ഞാൻ പറയുന്നില്ല. 2-3 എഡ്യൂക്കേഷൻ ആപ്ലിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ഇംഗ്ലീഷും, മാത്സും, സയൻസും മാത്രമാണ്. മറ്റുള്ള സബ്ജക്റ്റുകൾ അവരുടെ പ്ലാറ്റ്ഫോമിനകത്തില്ല. എന്നാൽ നമ്മുടെ പ്ലാറ്റ്ഫോമിനകത്ത് ഒരു കുഞ്ഞിന് പഠിക്കാൻ ആവശ്യമുള്ള എല്ലാ വിഷയങ്ങളും ഉണ്ട്. എന്തുകൊണ്ട് മറ്റു പ്ലാറ്റ്ഫോമിൽ ഇത് ഉപേക്ഷിച്ചു? ഒന്ന്, അതിന് പറ്റുന്ന നല്ല ഫാക്കൽറ്റികളെ കിട്ടാത്തത്. രണ്ടാമത്തത്, അത് അത്ര ഹൈ ഡിമാൻഡഡ് സബ്ജക്റ്റുകളല്ല എന്നതുകൊണ്ട്. പക്ഷെ കുട്ടികളെ സംബന്ധിച്ച് സയൻസിൽ ഫുൾ മാർക്ക് കിട്ടുന്ന പല വിദ്യാർത്ഥികൾക്കും സോഷ്യൽ സയൻസിൽ ബാക്കിലാണ്. ഇവ രണ്ടിലും കിട്ടുന്ന പല വിദ്യാർത്ഥികൾക്കും ലാംഗ്വേജിൽ പിറകിലാണ്. ഓരോ കുട്ടികളുടെയും കപ്പാസിറ്റിയും ഓരോ കുട്ടികളുടെയും പാഷനും ഒക്കെ വളരെ ഡിഫറെന്റ് ആയതുകൊണ്ട് തന്നെ ഓരോ കുട്ടികളുടെ നിലവാരത്തെയും അവരുടെ ആവശ്യകതയും പരിഗണിച്ച് എല്ലാ വിഭാഗം ആളുകൾക്കും ആവശ്യമുള്ള രീതിയിലുള്ള പ്രൊഡക്റ്റ് ഡിസൈനിങ് ആണ് നമ്മുടെ CBSE 10th നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. NCERTയുടെ സിലബസ് പ്രകാരം, നാഷണൽ കൗൺസിലിന്റെ സിസ്റ്റം പ്രകാരം വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ ഇതിന്റെ വാല്യുവേഷൻ കാര്യങ്ങളൊക്കെ നടക്കുന്നത് കൊണ്ട് തന്നെ കുട്ടികൾക്ക് ഇത്തരം ഒരു ആപ്ലിക്കേഷൻ വളരെ അനിവാര്യമാണ് എന്ന് രക്ഷിതാക്കളെ ബോധ്യപ്പെടുത്തുന്നിടത്താണ് നമ്മളുടെ വിജയം. അതല്ലാതെ കോഴ്സിന്റെ എണ്ണവും ഡീറ്റെയിൽസും അല്ല. അതിനെക്കുറിച്ച് അവർക്കൊരു കൃത്യമായ ധാരണയുണ്ടാവും. സബ്ജക്റ്റുകളെ കുറിച്ച് അവർക്ക് കൃത്യമായ ധാരണയുണ്ടാവും. ഏതൊക്കെ സബ്ജക്റ്റാ ഉള്ളത് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഞെട്ടേണ്ടതില്ല. കാരണം എല്ലാ സബ്ജക്റ്റും ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞാൽ നമ്മുടെ ബാധ്യത തീർന്നു. ടോട്ടൽ 180 വീഡിയോസ് ആണ് ഇതിനകത്തുള്ളത്. അതിന്റെ തന്നെ മെറ്റീരിയലും അതിൽ അവൈലബിൾ ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മോഡൽ മെറ്റീരിയൽ അതിന്റെ മെറ്റീരിയൽസ് എന്ന ഓപ്ഷനിൽ അവൈലബിൾ ആണ് എന്നുകൂടി പറയുന്നതോടുകൂടി അവർക്കത് വളരെ ജെന്യൂനായി ഫീൽ ചെയ്യാനുള്ള അവസരമുണ്ട്. അടുത്ത നമ്മുടെ USP 10,000 റുപ്പീസിന്റെ ഈ കോഴ്സ് 50% ഓഫറിൽ 5,000+ GSTക്കാണ് നമ്മൾ വിൽക്കുന്നത് എന്നത് അതിന്റെ USP ആയിട്ട് നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് എടുത്തു പറയാം. 180 വീഡിയോസ്, 180 വീഡിയോസ് ഒരു കുഞ്ഞ് പർച്ചേസ് ചെയ്യുമ്പോൾ ആ കുഞ്ഞിന് ലഭിക്കുന്ന ഓഫർ എന്താണ് എന്ന് ചോദിച്ചാൽ ഒരു വീഡിയോസിന് വെറും 27 രൂപയാണ് ഒരു കുഞ്ഞിന് വില വരുന്നത്. പല പ്ലാറ്റ്ഫോമുകളിലും ആഡ് കണ്ടാൽ ഇങ്ങനെയാണ് നമ്മൾ ഉണ്ടാവുക, പർച്ചേസ് ഓൺലി ഫോർ 27 റുപ്പീസ്. കണ്ടിട്ടില്ലേ? ആപ്ലിക്കേഷൻ പർച്ചേസ് ചെയ്യാൻ പറയും, പരസ്യം കാണും, ഓൺലി 29 റുപ്പീസ്. എന്താണ് ഈ 29 എന്നറിയോ? ഒരു വീഡിയോസിന്റെ പ്രൈസ് ആണ്. കാറിന്റെ കമ്പനിക്കാർ പരസ്യം കൊടുക്കും, 1200 രൂപക്ക് EMI-യിൽ നിങ്ങൾക്കും ഈ കാർ സ്വന്തമാക്കാം. അപ്പൊ നമ്മൾ വിചാരിക്കും ആകെ 1200 മാസം വരുള്ളൂ. 1,00,000-നാണ് 1200. അങ്ങനെ 6 ലക്ഷം അടവിട്ടാൽ അതേ ഇൻറ്റു 1200. ഓക്കെ. കസ്റ്റമറിനെ എപ്പോഴും അട്രാക്ട് ചെയ്യുന്നതും കസ്റ്റമർ ലീഡ് കൊടുക്കാൻ സാധ്യതയുള്ളതും ഇതുപോലെയുള്ള ക്യാപ്ഷനുകളിലാണ്. അപ്പോൾ 27 രൂപക്കാണ് നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ പർച്ചേസ് ചെയ്യാൻ പറ്റുന്നത്. 27 രൂപക്ക് ഒരു ആപ്ലിക്കേഷൻ ഫുള്ള് കിട്ടോ? ഇല്ല. അതിലൊരു വീഡിയോ 27 തവണ കാണും. യെസ്. അല്ലാണ്ട് 180 വീഡിയോസും കാണാനുള്ള അവസരമില്ല. പക്ഷേ നമുക്കത് ആഡ് ചെയ്യാവുന്ന ഓപ്ഷനാണ്. 180 വീഡിയോസ് 5000 രൂപക്ക് ഒരു കുഞ്ഞിന് പർച്ചേസ് ചെയ്യാനുള്ള അവസരം ലഭിക്കുന്നു എന്നതാണ് ഇവിടെ നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം. എനിവേ, ഇതാണ് CBSE 10th ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം. ഒന്നുകൂടി, ഇതിന്റെ കോഴ്സ് പ്രോസ്പെക്റ്റിംഗ് നിങ്ങൾ നടത്തുമ്പോൾ നിങ്ങൾ കസ്റ്റമറോട് സംസാരിക്കേണ്ട ഭാഗം ഇന്നലത്തതിനെ കൂടി കടമെടുത്ത് വീണ്ടും ആഡ് ചെയ്യുന്നു. എന്തുകൊണ്ട് നിങ്ങളുടെ കുഞ്ഞിന് ഒരു എഡ്യൂക്കേഷൻ ആപ്ലിക്കേഷൻ വേണം എന്നതാണ് ഒന്നാമത് നമ്മൾ പറയേണ്ട ഭാഗം. എന്താണത്? സ്കൂളിങ്ങിനും ട്യൂഷനും പുറമെ, പ്രത്യേകിച്ച് കേരളത്തിന്റെ ഇത് ഒരു വലിയ ഓപ്പർച്യൂണിറ്റി, കേരളത്തിനകത്ത് CBSE ട്യൂഷൻ സെന്ററുകള്
ചില ഭാഗങ്ങളുണ്ട് എങ്കിലും ചില ഭാഗങ്ങൾ വളരെ കുറവാണ്. അതിനെയും നമുക്ക് മാർക്കറ്റ് ചെയ്യാനുള്ള വലിയൊരു ചാൻസ് ഇവിടെ കിടക്കുന്നുണ്ട്. ക്ലിയർ ആണല്ലോ? ഒന്നാമത് നമ്മൾ പറയേണ്ടത് എന്തുകൊണ്ട് ആപ്ലിക്കേഷൻ, അതാണ് ആദ്യത്തെ ഭാഗം. രണ്ടാമത്തെ ഭാഗം അവരുടെ പെയിൻ പോയിന്റ് ആണ്. CBSEയിലെ കുട്ടികൾ +1 ജനറൽ സ്ട്രീമിലേക്ക് വരികയാണ് എങ്കിൽ, സ്റ്റേറ്റ് സ്ട്രീമിലേക്ക് വരികയാണ് എങ്കിൽ, ഈ കുട്ടികളെക്കാൾ കപ്പാസിറ്റി ഉണ്ടായിട്ടും അവർക്ക് മാർക്കില്ലാതെ പോകുന്നു. അതിനെ അതിജീവിക്കുക എന്നത് അഡ്മിഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അതുകൊണ്ട് നിങ്ങൾ ഇത് മുഖാന്തരം ഒരു 5 മാർക്കാണ് കിട്ടുന്നത് എങ്കിൽ പോലും അത് വലിയ മെറിറ്റ് ആണ്. ഇന്നലെ പറഞ്ഞതുപോലെ ഒരു വർഷത്തേക്കുള്ളതല്ല, ലൈഫ് ടൈമിലേക്ക് അവരുടെ ഒരു വലിയ ടേണിംഗ് പോയിന്റ് ആയിട്ട് മാറുന്ന, അവരുടെ കരിയർ ഷിഫ്റ്റിന് കാരണമാകുന്ന, നിങ്ങൾ ഏത് ലൈഫ് സ്റ്റൈലാണോ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് അതിന്റെ ക്രൈറ്റീരിയ ഒരു പക്ഷേ ഈ 5000 രൂപയായിരിക്കും വിധി നിർണ്ണയിക്കുന്നത്. അങ്ങനെ തന്നെയാണ് നമ്മൾ അവരെ ഇത് ബോധ്യപ്പെടുത്തേണ്ടത്. ഈ 5000 രൂപയുടെ പർച്ചേസിങ്ങിലൂടെ 5 മാർക്കാണ് നിങ്ങളുടെ കുഞ്ഞിന് അധികം ലഭിക്കുന്നതെങ്കിൽ, ആ 5 മാർക്കിന് അവൻ ആഗ്രഹിക്കുന്ന സ്ട്രീമിലും സ്ഥാപനത്തിലും അഡ്മിഷൻ കിട്ടുന്നുവെങ്കിൽ, അതവന്റെ ലൈഫിന്റെ റൂട്ടും നിശ്ചയിക്കുന്ന 5 മാർക്കാണ്. കേവലം 10ാം ക്ലാസ്സിന്റെ 5 മാർക്കല്ല. ആ രീതിയിൽ നമ്മളൊരു പാരന്റിനെ അവെയർ ചെയ്യുമ്പോൾ മാത്രമാണ് ഇന്നലെ അവസാനം പറഞ്ഞ പ്രയോറിറ്റി മാനേജ്മെന്റിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുക. 5000 രൂപയോ എന്ന് ചോദിച്ചാൽ, ഇതിനേക്കാൾ എത്ര രൂപ നിങ്ങൾ മക്കൾക്ക് വേണ്ടി ചിലവഴിക്കുന്നു, അവർക്ക് വേണ്ടി നിങ്ങൾക്ക് നൽകാവുന്ന ഏറ്റവും ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ് ഈ 5000 റുപ്പീസിന്റെ അവസരം എന്നുള്ളത് എന്നാണ് ബോധ്യപ്പെടുത്തേണ്ടത്. അവസാനം നമ്മൾ പറയേണ്ടത് നമ്മുടെ കോഴ്സിന്റെ ഫീച്ചേഴ്സും ബെനിഫിറ്റ്സുമാണ്. നേരത്തെ സൂചിപ്പിച്ച 180 വീഡിയോസുകൾ, 9 സബ്ജക്റ്റുകൾ, എല്ലാ സബ്ജക്റ്റുകളിലും ഡീറ്റെയിൽഡ് ആയ കണ്ടന്റുകൾ, അതോടൊപ്പം അതിനാവശ്യമുള്ള മെറ്റീരിയൽസുകൾ, അതും 5000 റുപ്പീസിന്. ഇതാണ് CBSE 10th ഒരു പ്രോസ്പെക്റ്റിന്റെ മുമ്പിൽ പ്രസന്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അത് NCERTയും SCERTയും തമ്മിലുള്ള എക്സാമിനുള്ള വേരിയേഷനും കിട്ടുന്ന മാർക്കിങ്ങിലെ ക്രൈറ്റീരിയ വ്യത്യാസവും, അത് അവരുടെ നെക്സ്റ്റ് ഇയർ അഡ്മിഷന് എത്രത്തോളം അവർ സഫർ ചെയ്യേണ്ടി വരുന്നു എന്ന പെയിൻ പോയിന്റ്സും, അതാണ് ഇവിടുത്തെ ഹൈലൈറ്റ് പോയിന്റ്. അത് വെച്ചിട്ടാണ് നമ്മൾ കസ്റ്റമറിനെ ട്രാക്ക് ചെയ്യേണ്ടത്. അവിടെ നിന്ന് അവർ റിജക്റ്റ് ചെയ്തോ ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു മടങ്ങിപ്പോന്നാലും അവരുടെ മനസ്സിൽ ചില ഹുക്കിംഗ് പോയിന്റ്സുകൾ ഇട്ടുകൊടുക്കാൻ നമുക്ക് കഴിയണം. അതൊന്ന്, നിങ്ങളെ മക്കളെക്കാൾ മെറിറ്റ് കുറഞ്ഞ കുട്ടികൾക്ക് നിങ്ങളുടെ മക്കളെക്കാൾ മികച്ച അഡ്മിഷൻ നിങ്ങൾക്ക് മുമ്പേ ലഭിക്കുന്നു. അവിടെ നമുക്കൊരു പ്രസ്റ്റീജിയസ് ഇഷ്യൂ പറയാൻ പറ്റണം. എന്താണ് ആ പ്രസ്റ്റീജിയസ് ഇഷ്യൂ? ഇത്രയും നല്ല CBSE സ്കൂൾ പഠിച്ചിട്ട് സ്റ്റേറ്റ് കുട്ടികളുടെ ഫസ്റ്റ് അലോട്ട്മെന്റും സെക്കൻഡ് അലോട്ട്മെന്റും കഴിഞ്ഞ് തേർഡ് അലോട്ട്മെന്റ് ആണ് പലപ്പോഴും CBSEയിലെ കുട്ടികൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നത്. ക്ലിയർ ആണല്ലോ? അത് നമുക്ക് അവരുടെ പെയിൻ പോയിന്റ്, അവരുടെ പ്രസ്റ്റീജിയസിനെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. ഏറ്റവും ഫസ്റ്റ് വരുന്ന സ്ലോട്ടിൽ അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടാനുള്ള അവസരമാണ് ഈ പ്ലാറ്റ്ഫോമിലൂടെ നിങ്ങൾക്ക് ലഭ്യമാകുന്നത് എന്ന അവയർനെസ് മാർക്കറ്റിംഗ് ആണ് നമ്മുടെ മുൻപിലുള്ള കസ്റ്റമേഴ്സിന് നമുക്ക് നൽകേണ്ടത്. ഓക്കെ, ആ രീതിയിൽ ശ്രദ്ധയോടുകൂടി വളരെ പോസിറ്റീവായ ഒരു മൈൻഡോടുകൂടി നമ്മൾ ഇതിനെ ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവുക. താങ്ക് യു.